ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണമെന്ന് തന്നെ അവിടെയും മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ അത് കോപ്പി ചെയ്തിട്ട് എന്നെ ഫോളോ ചെയ്യാം ഇൻസ്റ്റഗ്രാമിൽ. ആൻഡ് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് വേഗം കാണാൻ പറ്റും. ഞാൻ അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. മെമ്പേഴ്സിനാണ് ആദ്യം വീഡിയോസ് അവൈലബിൾ ആവുക. അത് കഴിഞ്ഞിട്ട് ആണ് നോൺ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇത് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ല വെച്ചാൽ ഞാൻ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് എൻ്റെ യൂട്യൂബ് പേജിൽ. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ വർഗോ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ വരുന്ന മെസ്സേജസ് എന്താണെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വർഗോ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി വർഗോന് വേണ്ടിയിട്ട് മജിഷ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി സൺ, നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ ഇപ്പോഴത്തെ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വേൾഡ്, പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് കപ്സ്, ഇൻറ്റൻഷൻ ഇവിടെ പേജ് ഓഫ് വോൺസ് ആണ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൂൾ, 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ. ഹൈറോഫാണ്ട് ആണ് അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം ആണ് ഈ കാർഡ്. അപ്പോൾ വർഗോ നിങ്ങളുടെ ഓവറോൾ എനർജി മജിഷ്യൻ ആണ്. ഇത് ജെമിനായി എനർജിയാണ്. അപ്പോൾ ഇത് മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. പുതിയ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു പുതിയ ജോലി ആയിരിക്കാം, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. പക്ഷെ നിങ്ങൾ കുറേ ഒരു പവർഫുൾ എനർജിയിലാണ് ഈ മാസം. നിങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കാം, അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. പക്ഷെ അതിൽ കുറച്ച് സെൽഫ് ബിലീഫ് വേണം അതിന് വേണ്ടിയിട്ട്, ആൻഡ് ആക്ഷൻ എടുക്കണം. അപ്പോൾ ഈ മാസം നിങ്ങൾ എന്തോ ഒരു പുതിയ ബിഗിനിങ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിൽ. എന്ന് വെച്ചാൽ ഇതൊരു കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിങ് ആയതുകൊണ്ട് ഇത് ലവ് റിലേറ്റഡ് ആണ്. അപ്പോൾ ലവ് റിലേഷൻഷിപ്സിൽ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. സൺ ആണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അവരുടെ എനർജി ലിയോ എനർജിയാണ്. ആൻഡ് ഇവിടെ അവരുടെ എനർജിയിൽ ഞാനൊരു സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്. ഒരു ഹാപ്പി എബണ്ടൻറ്റ് എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് ഈ മജിഷ്യൻ ഇവിടെ നമ്മൾക്ക് നോക്കാം. മജിഷ്യൻ കാർഡ്, 6 of swords, 6 of wands. ഈ പേഴ്സൻ്റെ എനർജിയിൽ സൺ എന്തുകൊണ്ടാണ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 3 of wands. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിൽ, നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു പാസ്റ്റിൽ. അത് പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റേബിൾ എനർജിയിലേക്കാണ് പോണത് നിങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ സെറ്റിൽ ഡൗൺ ആവണു, കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഇപ്പോൾ ശരിയാവുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കുറച്ച് പറഞ്ഞ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബിഗിനിങ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ട് മൂവ് ഓൺ ചെയ്യാനാണ് ശ്രമിക്കണേ.
അപ്പോൾ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. കുറേ സക്സസ്സും ഉണ്ട്. പറഞ്ഞാൽ കുറേ ആൾക്കാർ നിങ്ങളുടെ എനർജി കണ്ടിട്ട് പറഞ്ഞ ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ചോയ്സസ് ഉണ്ടാവും. ഒരു നിങ്ങൾ പുതിയതായി ഡേറ്റ് ചെയ്യാൻ നോക്കണ്ട, ഇല്ല വെച്ചാൽ പുതിയതായി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ നോക്കണ്ട വെച്ചാൽ കുറേ ചോയ്സസ് ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഈ പേഴ്സൻ്റെ എനർജിയിൽ സൺ, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, 3 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഈ പേഴ്സണെ നിങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല വെച്ചാൽ ഇവരെ മീറ്റ് ചെയ്യാൻ പോകണു നിങ്ങൾ ഈ മാസം. ഈ പേഴ്സൺ കുറേ കരിയർ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി കരിയർ ആണ്. അവർ നല്ല ഒരു ജോലിയിലായിരിക്കാം, അതല്ല വെച്ചാൽ അവർ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുണ്ട്. പറഞ്ഞാൽ പൈസയുടെ കാര്യത്തിൽ അവർ കുറേ സ്മാർട്ടാണ്. 3 ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ ഇവർ സിംഗിൾ ആയിരിക്കാം. ആൻഡ് മേ ബി നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആണ് വെച്ചാൽ എവിടെയോ ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത്. ശരിയായ സമയമാകുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ആൻഡ് നിങ്ങളുടെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതൊരു നോ കോണ്ടാക്ട് ആണ് വെച്ചാൽ. ഇപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു പുതുമയാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ്. ഓക്കെ, അപ്പോൾ ഇത് മിക്കവാറും ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ചിലവർക്ക് ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആവാം. ഇവിടെ ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ട് ആൻഡ് ഇതൊരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്. അപ്പോൾ വരാൻ പോണ സമയം കുറേ സ്റ്റേബിലിറ്റി കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾ ഈ പേഴ്സണെ ജസ്റ്റ് മീറ്റ് ചെയ്തു, അങ്ങനെയും ഒരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ 5 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ ആൻഡ് നൈറ്റ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുമ്പും ഞാൻ പറഞ്ഞ മാതിരി ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴും ഈ സിറ്റുവേഷനിൽ പക്ഷെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, കമ്മിറ്റ്മെന്റ് ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞ മാതിരി ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇവിടെ കുറച്ചൊരു ഇൻ ആൻഡ് ഔട്ട് എനർജി കാണുന്നത്. കുറച്ചൊരു അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾ രണ്ടാളും ആ സ്റ്റേജ് വരെ എത്തിയിട്ടില്ല. പറഞ്ഞാൽ ആ ഒരു ലവ് റിലേഷൻഷിപ്പ് ഇതുവരെ ഞാൻ ഇവിടെ കാണില്ല. നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു ഇൻ ആൻഡ് ഔട്ട് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും മുമ്പും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ അപ്പോഴും ഈ സിറ്റുവേഷൻ കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു, കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. ആൻഡ് അതുകൊണ്ടായിരിക്കും നിങ്ങൾ രണ്ടാളും പിരിഞ്ഞത്. എന്നുവെച്ചാൽ ഇവിടെ കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ട് മേ ബി നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ടാവില്ല. ആൻഡ് ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണു. അതും ആവാം. ഞാൻ ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വേൾഡ് ആണ് കാണുന്നത്. അപ്പോൾ വേൾഡ് ഒരു എൻഡിങ്ങും പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പേഴ്സണെ മുമ്പേ അറിയുന്നുണ്ടായിരുന്നു ആൻഡ് ഇതൊരു പുതിയ ബിഗിനിങ് ആയിരിക്കാം. അപ്പം മുമ്പേ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ ഒരു ഗ്യാപ്പ് വന്നു, ഇപ്പോൾ ആദ്യം നിങ്ങൾ റീകണക്ട് ചെയ്യണു, ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. ഈ പേഴ്സണ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ചിലപ്പോൾ അത് മുമ്പേ പറഞ്ഞിട്ടുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി 2 ഓഫ് സോഡ്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയില്ല ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ല എന്ന്. നിങ്ങൾ ഇതുവരെ അത് തീരുമാനിച്ചില്ല. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാക്ട് ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ അത് എന്താണ് ഈ അട്രാക്ഷൻ, ടെമ്പററി ആണോ പെർമനന്റ് ആണോ, അതൊക്കെ നിങ്ങൾ ഇപ്പോഴും ഒരു അൺഷുവർ എനർജിയിലാണ്. ഈ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണമെന്നുണ്ട്. അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ മാസം. നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ പേജ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഈ സമയത്ത് നിങ്ങൾ അതിനെ അത്ര സീരിയസ് ആയിട്ടല്ല കാണുന്നത്. നിങ്ങളൊരു ഫ്രണ്ട് ലെവലിൽ തന്നെയാണ് ഈ പേഴ്സണെ കാണുന്നത്. ആൻഡ് ഇത് എങ്ങനെയാണ് മുമ്പോട്ട് പോവാന്ന് നിങ്ങൾ ഫ്യൂച്ചറിൽ അത് ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞ മാതിരി അട്രാക്ഷൻ ഉണ്ട്. ഈ പേഴ്സന്റെ എനർജി ഇന്റൻഷൻ ഫൂളാണ്. ഇവരും ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് എടുക്കണത്. എന്ന് വെച്ചാൽ ഇതിന്റെ മുമ്പേ അവര്
നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായില്ല കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ അവർ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, ഈ റിലേഷൻഷിപ്പിൽ ഒരു ചാൻസ് എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ പേജ് ഓഫ് വോൺസ് നിങ്ങളുടെ ഇന്റൻഷൻ, 8 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ മേ ബി ഞാൻ പറഞ്ഞ മാതിരി മുമ്പേ കണക്ട് ചെയ്തു, പക്ഷെ വർക്ക്ഔട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു സൂക്ഷിച്ചിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ ഇതാദ്യം അങ്ങനെ തന്നെ ഒരു ഡിസപ്പോയിൻമെന്റ് ആവാൻ പാടില്ല വെച്ചിട്ടായിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ വേറെ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അതിന്ന് ഇപ്പോൾ പുറത്ത് വന്നേലൂ, അതുകൊണ്ടും നിങ്ങൾ കുറച്ചൊരു ഹെസിറ്റേറ്റ് ഉണ്ടാവും. ഒരു പുതിയ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ആ കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം വേണം എന്നുണ്ടാവും. ഈ പേഴ്സണെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടാവും. അപ്പോൾ ഈ പേഴ്സണിന്റെ എനർജിയിൽ അവരുടെ ഇന്റൻഷൻ ഞാൻ പറഞ്ഞ മാതിരി അവരൊരു റിസ്ക് എടുക്കാൻ പോകുന്നുണ്ട് ഇപ്രാവശ്യം. എന്നുവെച്ചാൽ മുമ്പേയും അവർക്ക് ചാൻസ് ഉണ്ടായപ്പോൾ അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ എടുത്തില്ല. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ആദ്യം നിങ്ങൾ രണ്ടാളും റീകണക്ട് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ കാര്യങ്ങൾ തുറന്ന് പറയും. ഓക്കെ, ഇവിടെ അവർ നിങ്ങളോട് ഡേറ്റിന് ചോദിക്കും, പുറത്ത് നിങ്ങൾ കുറേ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ഇന്റൻഷൻ അതാണ്. അത് എത്രയോ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത്രയും നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങൾ മെല്ലെയാണ് പറഞ്ഞ കമ്മിറ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് എൻജോയ് ചെയ്യണം എന്നുണ്ടാവും. നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. റിലേഷൻഷിപ്പിൽ അത്ര നിങ്ങളുടെ ഫോക്കസ് ഇല്ല. ഈ പേഴ്സണിന്റെ ആക്ഷൻ ഹൈറോഫാണ്ട് ആണ്. ഇവര് കുറേ കൂടിയും സീരിയസ് ആണ് നിങ്ങളെ കുറിച്ച്. അവർ ചിലപ്പോൾ ഒരു മാരേജ് പ്രപ്പോസലും കൊണ്ടുവരാൻ വഴിയുണ്ട്. അതല്ല വെച്ചാൽ അവർ അവരുടെ ഫാമിലിയുടെ കൂടെ നിങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും ചിലപ്പോൾ. അതുവരെ അവർ അത്രയും സീരിയസ് ആണ് ഓക്കെ നിങ്ങളെ കുറിച്ച്. അപ്പോൾ എന്താണ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസ്? അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. പക്ഷെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അവർ കുറേ സമയമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ റെഡിയാണ് ഒരു ഫോർമൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടിയും സമയം എടുക്കും. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഔട്ട്കം എംപ്രർ. അപ്പോൾ എംപ്രർ ഏരീസ് എനർജിയാണ്. ഈ എംപ്രർ എനർജി എന്താണ് ഇവിടെ കാണുന്നത്? അപ്പോൾ ഒരു പുതിയ ബിഗിനിങ്, പാഷനറ്റ് ന്യൂ ബിഗിനിങ്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അതല്ല വെച്ചാൽ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യണ പേഴ്സൺ ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറും ആവാൻ വഴിയുണ്ട്. ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ കുറച്ച് സീരിയസ് ആണ്. ആൻഡ് അവർക്ക് ഇവിടെ ഒരു ഫാമിലി വേണം, മാരേജ് വേണം, അങ്ങനത്തെ ഇന്റൻഷൻ ആണ് അവരെ കൊണ്ടുവരണത്. അപ്പോൾ ഇത് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് അങ്ങനെ അതാവാം. ഒരു ഫ്യൂച്ചറിൽ ഇതൊരു മാരേജിലേക്കും പോവാം. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിലുള്ള തോട്ട്സ്? അതല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഉള്ള തോട്ട്സ്. സംടൈംസ് ഐ സ്റ്റേ അവേക്ക് തിങ്കിങ് അബൌട്ട് യു. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കുറേ മിസ് ചെയ്യണു. ഐ റിമെമ്പർ എവറി ഡീറ്റെയിൽ ഓഫ് ദാറ്റ് ഡേ. അപ്പോൾ എന്തോ ഒരു പാസ്റ്റ് കണക്ഷൻ നിങ്ങളുടെ ഉണ്ടായിരിക്കണു. ഐ റിഗ്രറ്റ് ലൈങ് ടു യു. ആൻഡ് ഇവിടെ ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിതൗട്ട് മീ. ഓക്കെ, അപ്പോൾ ഇതാണ് മെസ്സേജസ്, ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം, ഒരു പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.